കുറുനരിയെ വെല്ലുന്ന സൂത്രക്കാരൻ കോൺസ്റ്റാന്റേയൻ. നിങ്ങൾക്ക് നിങ്ങളുടെ തന്ത്രങ്ങളെല്ലാം നഷ്ടമായിരിക്കുന്നു കോൺസ്റ്റാന്റേയൻ. ക്ഷമിക്കൂ പ്രഭു. കുറുനരിയുടെ തന്ത്രങ്ങൾ ശത്രുവിന് എളുപ്പം പിടികൊടുക്കാറില്ല. ഒരു പക്ഷേ ആ കാലാളിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരിക്കും. അല്ല, ഇതെങ്ങനെയുണ്ട് പ്രഭു? വക്രബുദ്ധികളൊക്കെ തിരിച്ചു വരുന്നുണ്ടല്ലേ? കൊള്ളാം കൊള്ളാം. സമയം തീർന്നു പോയല്ലേ? ഇല്ല കോൺസ്റ്റാന്റേയൻ, ഈ കളി തീർക്കാൻ നിങ്ങൾക്കിനി 10 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നിയതായിരിക്കാം. ചതുരംഗക്കളിയിലെ ചക്രവർത്തിക്ക് കളി മടുത്തു തുടങ്ങിയിരിക്കുന്നു. ഇല്ല കോൺസ്റ്റാന്റേയൻ, ഒരിക്കലുമില്ല. അങ്ങനെ സംഭവിക്കുന്ന ദിവസം ഈ ഞാൻ ഉണ്ടാവില്ല. ചതുരംഗം ഒരു ഭരണാധിപന്റെ കഴിവിന്റെ അളവുകോലാണ്. യുദ്ധവും പ്രണയവും രാഷ്ട്രീയവും പോലെ ചങ്കുറപ്പിന്റെ തോതളക്കുന്ന അളവുകോൽ. ഇതൊക്കെ നീ പറഞ്ഞു തന്ന പാഠങ്ങളാണ്. ബാക്കി ഞാൻ പറയാം. ചതുരംഗം മോശമായി കളിക്കുന്ന ഒരാൾ ഒരിക്കലും നല്ലൊരു ഭരണാധികാരിയാകുന്നില്ല. പ്രഭുക്കന്മാരുടെ കഴിവളക്കുന്നത് അവരുടെ കൈപ്പത്തിലെ തഴമ്പ് നോക്കിയല്ല, തലയ്ക്കകത്തിരിക്കുന്ന യന്ത്രം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കിയാണ്. നല്ല പോലെ എണ്ണയിട്ട് അല്പം പോലും തുരുമ്പില്ലാതെ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ നാഴികമണി പോലെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. അതേ കോൺസ്റ്റാന്റൈൻ, ഞാനും അതുതന്നെയാണ് പറഞ്ഞു വരുന്നത്. ബുദ്ധി പ്രവർത്തിക്കാതിരുന്നാൽ മരണം അടുത്തു എന്നർത്ഥം. പക്ഷേ ഇന്ന് അങ്ങയുടെ മനസ്സ് ചഞ്ചലമാണെന്ന് തോന്നുന്നു. ചിന്തകൾ ചിതറിപ്പോകുന്നത് പോലെ. ആണോ? ശരിയാണ് ശരിയാണ്. നമുക്ക് കാണാം. ചിന്തകൾ ചിതറിപ്പോകുന്നു അല്ലേ? എങ്കിൽ ഇതിന് മറുപടി പറയൂ. ഓ ഓ ഒരുപക്ഷേ അങ്ങയുടെ ഈ നീക്കം അങ്ങയുടെ രാജാവിനെ രക്ഷിച്ചേക്കാം. ഇപ്പോൾ മനസ്സിലായില്ലേ കോൺസ്റ്റന്റൈൻ? അലക്സിസ് ചിലപ്പോൾ മയങ്ങും, സ്വപ്നം കാണും. എന്റെ മനസ്സ് എന്നെ വിട്ട് എവിടെയൊക്കെയോ അലഞ്ഞു തിരിയും.
പെട്ടെന്നൊരു മിന്നൽ പോലെ അത് തിരിച്ചു വരും. അത്തരം മിന്നലുകൾ, ഉൾവിളികൾ, അതാണ് അലക്സിസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ദാ ഇതുപോലെ. പ്രഭു, അങ്ങ് തിരിച്ചു വന്നിരിക്കുന്നു. അങ്ങ് വിളിച്ചിരുന്നോ തിരുമനസേ? ബോറിസ് എന്നു പേരുള്ള ഒരാൾ എനിക്ക് വേണ്ടി പുറത്ത് കാത്തിരിക്കുന്നുണ്ടോ? ബോറിസ് ഇവാനോവിച്ച് ഷംറായേവ് തിരുമനസിന്റെ ഒരു എഴുത്തുമായി കാത്തു നിൽക്കുന്നുണ്ട് പ്രഭു. ഒരു 3 മിനിറ്റ് കൂടെ കഴിഞ്ഞ് അയാളെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കണം. ശരി തിരുമനസേ. പക്ഷേ ഇദ്ദേഹം ദേഹപരിശോധന വേണ്ടെന്നൊരു കൽപ്പന തന്നിട്ടുണ്ട് പ്രഭു. കോൺസ്റ്റാന്റൈൻ എൻ്റെ നാവാണ്. അയാൾ പറയുന്നത് ഞാൻ പറയുന്നത് പോലെ തന്നെ. ദേഹപരിശോധന നടത്തേണ്ട ഒരു സാഹചര്യവും ഇപ്പോഴില്ല. മനസ്സിലായി പ്രഭു. എന്നാലും എന്തു പറ്റി? പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലെന്നുണ്ടോ? അതല്ല തിരുമനസേ, അയാൾ ആളത്ര ശരിയല്ല. എന്താ അങ്ങനെ തോന്നാൻ? ഒറ്റ നോട്ടത്തിൽ അയാളുടെ മുഖം ശാന്തമാണ് പ്രഭു. പക്ഷേ ആ കണ്ണുകൾ അപകടം പതിയിരിക്കുന്നു. സെമയോണിച്ചിന് മനസ്സ് വായിക്കാൻ അറിയാമോ? മുഴുവനും ശരിയാവണമെന്നില്ല. 10-20 കൊല്ലമായി ഞാൻ ആ വാതിലിൽ കാവൽ നിൽക്കുന്നു. എൻ്റെ മനസ്സ് പറയുന്നു അയാൾ എന്തോ ഒളിക്കുന്നുണ്ട്. തൽക്കാലം നിന്റെ മനസ്സ് പറയുന്നത് നീ കേൾക്കണ്ട. ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി. തിരുമനസ്സിന്റെ ശ്രദ്ധ തെറ്റിക്കാതെ പോകാൻ നോക്ക്. നിങ്ങളുടെ നീക്കമാണ് കോൺസ്റ്റന്റൈൻ. നമുക്ക് 2 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട് ഈ കളി അവസാനിപ്പിക്കാൻ. 1 മിനിറ്റ് ചോദ്യങ്ങൾക്കും. ഇത് തടയാൻ പറ്റുമോ തിരുമനസ്സേ? നിക്ക് നിക്ക്. ഇത് നോക്ക്. എനിക്കറിയാം. ഇതത്ര പ്രതീക്ഷിച്ചു കാണില്ല. അപ്പൊ ഇതോ? എന്നാ പിന്നെ ഇതൊന്ന് നോക്ക്. നോക്കാൻ ഒന്നുമില്ല. ഇതാ, ഇവൻ മതി എനിക്ക്. പ്രഭു, ചതുരംഗപ്പലകയിൽ കരുക്കൾ നിരത്താനും അവ നീക്കാനും അങ്ങയെ പഠിപ്പിച്ചത് ഞാനാണ്. ഇത് വെറും ഒരു കളിയല്ല, ബുദ്ധിയുടെ അഗ്നിയിലെരിയുന്ന മന്ത്രക്കളമാണെന്ന് അങ്ങയെ പഠിപ്പിച്ചതും ഞാനാണ്. ആദ്യമൊക്കെ അറിഞ്ഞുകൊണ്ട് ഞാൻ തോറ്റു തന്നു. പിന്നെ അങ്ങയേക്കാൾ വേഗത്തിൽ അങ്ങയുടെ ബുദ്ധി വളർന്നപ്പോൾ എനിക്കത് വേണ്ടി വന്നില്ല. പലപ്പോഴും ഒരു ഗുരുദക്ഷിണ പോലെ അങ്ങ് എനിക്ക് വേണ്ടി തോറ്റു തന്നു. പക്ഷേ ഇന്ന് കൂടിയാൽ 5 നീക്കം. അതിനകത്ത് അങ്ങയുടെ രാജാവിനെ ഞാൻ കെണിയിൽ വീഴ്ത്തും. പക്ഷേ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു കോൺസ്റ്റന്റൈൻ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ബോറിസ് ഇവാനോവിച്ച് ഷംറായേവ്, ഇയാളെ പറ്റി നിങ്ങളുടെ ചാരന്മാർ ശേഖരിച്ചു വെച്ച കാര്യങ്ങൾ തെറ്റൊന്നുമല്ലല്ലോ. അല്പം പോലും തെറ്റില്ല പ്രഭു. ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. ഈ കളി അപകടമാണ്. അയാളെ ലോകാവസാനം വരെ അടച്ചുപൂട്ടാനുള്ള തെളിവുകൾ എന്റെ പക്കലുണ്ട്. അവന്റെ കുടുംബത്തെ പറ്റി ശേഖരിച്ച വിവരങ്ങൾ ചരിത്രം മുഴുവൻ അങ്ങയുടെ മുന്നിലുണ്ടല്ലോ പ്രഭു. അവൻ വരുന്നത് അങ്ങയെ കൊല്ലാനാണ്. ജോർജിയയിലെ കൊല്ലന്മാർ പണി തീർത്ത 1ാം തരം തോക്കാണ് അവന്റെ അരയിലുള്ളത്. എനിക്കറിയാം, എനിക്കെല്ലാം അറിയാം. എന്നിട്ടും ഒരു സ്വകാര്യ സന്ദർശനത്തിന് ഞാൻ അവനെ അനുവദിച്ചു. അതും ഒരു ദേഹപരിശോധന പോലും നടത്താതെ. ഞാനൊരു മഠയനാണെന്ന് തോന്നുന്നുണ്ടല്ലേ? അങ്ങയുടെ ബുദ്ധിയെ സംശയിക്കാൻ ഞാൻ ആളല്ല പ്രഭു. അല്ല കോൺസ്റ്റാന്റൈൻ, കുറച്ചു മുൻപ് നിങ്ങൾ എന്നോട് പറഞ്ഞു 5 നീക്കങ്ങൾ കൊണ്ട് എന്നെ തോൽപ്പിക്കുമെന്ന്. അത് പറഞ്ഞപ്പോൾ അങ്ങയുടെ കണ്ണുകളിൽ ഞാനത് വായിച്ചു. അലക്സിസ് അലക്സാണ്ട്രോവിച്ച് ബുദ്ധിയൊക്കെ നശിച്ച്
ഭരണചക്രം തിരിക്കാനറിയാത്ത ഒരു വിഡ്ഢിയായി മാറിയിരിക്കുന്നു എന്ന്. പ്രഭു, വിഷമിക്കേണ്ട കോൺസ്റ്റാന്റൈൻ. ചിലപ്പോഴൊക്കെ എനിക്കും അങ്ങനെയൊക്കെ തോന്നി തുടങ്ങിയിരിക്കുന്നു. പഴയതുപോലെ മിന്നലുകളൊന്നും തലയ്ക്കകത്ത് വരുന്നില്ല. അതൊന്നും മാറ്റാനാണ് നിന്നോടൊപ്പമുള്ള ചതുരംഗം. ഈ മനുഷ്യൻ ബോറീസിനോടും ഞാൻ വേറൊരു കളിയാണ് കളിക്കാൻ പോകുന്നത്. ഞങ്ങൾ പുറത്ത് നിൽക്കണോ പ്രഭു? ഏയ്, ഈ ചതുരംഗ പലക മാറ്റണോ? വേണ്ട. ഇത് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. നമുക്കിത് തീർക്കണ്ടേ? ഇത് തീർക്കാൻ ഞാൻ ബാക്കിയുണ്ടാകുമോ എന്നൊരു സംശയം. അല്ലേ കോൺസ്റ്റാന്റൈൻ? നമുക്ക് കാണാം, നമുക്ക് കാണാം. സ്വാഗതം, സ്വാഗതം. നിങ്ങളാണ് ബോറിസ് ഇവാനോവിച്ച് ഷംറായേവ്. അതെ പ്രഭു, ഞാനാണ് ബോറിസ്. എന്റെ അടുത്തെത്താൻ കുറെ ബുദ്ധിമുട്ടിയോ? അലക്സിസ് അലക്സാണ്ട്രോവിച്ചിനെ നേരിൽ കാണുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല പ്രഭു. നിങ്ങൾ എന്തിനാണ് കാത്തു നിൽക്കുന്നത്? ഇയാൾക്ക് എന്നോട് വളരെ പ്രധാനപ്പെട്ട എന്തോ പറയാനുണ്ട്. കുറച്ച് നാണക്കാരനാണെന്ന് തോന്നുന്നു. ഞങ്ങൾ വരാന്തയിൽ തന്നെയുണ്ട് പ്രഭു. എന്താണ് കോൺസ്റ്റാന്റൈൻ, കൊച്ചു കുട്ടികളെ പോലെ തോട്ടത്തിൽ പോ. ഈ കളി എങ്ങനെ തീർക്കണമെന്ന് ആലോചിക്ക്. വാതിൽ പൂട്ടിയിട്ട് പോണം. വരാന്തയിൽ എന്നല്ല, അടുത്തെങ്ങും ആരും പാടില്ല. സംശയിക്കേണ്ട ബോറീസ്, ഈ മുറിയിലേക്ക് ഇനി വോൾഗയിൽ നിന്നെത്തുന്ന കുളിർ കാറ്റ് പോലും കടന്നു വരില്ല. ശാന്തനായിരിക്കേ. ഞാൻ നിങ്ങളെ ശരിക്കും ഒന്ന് കാണട്ടെ. എന്തു പറ്റി? ഇല്ല പ്രഭു, ഇല്ല പ്രഭു, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? എന്ത്? ഇങ്ങനെയൊരു അവസരം ഇത്ര എളുപ്പം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അവസരമോ? എന്തവസരം? അതെ പ്രഭു, അങ്ങയെ കൊല്ലാനുള്ള ഈ അവസരം. ഓ, അങ്ങനെ. നടക്കട്ടെ, നടക്കട്ടെ. എനിക്കും തോന്നിയിരുന്നു, പക്ഷേ ഉറപ്പുണ്ടായിരുന്നില്ല. സർവശക്തനായ ദൈവം നിന്നെ എന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു അലക്സിസ്. ദൈവമോ? ഫൂ! ദൈവത്തെ മാറ്റി നിർത്ത്. ദൈവത്തിന് നമ്മുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ എന്തെങ്കിലും താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനാണ് എന്നെ നിന്റെ കൈകളിൽ ഏൽപ്പിച്ചത്. അതാണ് സത്യം. നിന്നെ എനിക്ക് എപ്പോഴേ തീർക്കാമായിരുന്നു. പക്ഷേ ഒരു ദേഹപരിശോധന പോലും നടത്താതെ നിന്നെ ഇങ്ങോട്ട് കയറ്റിവിട്ടത് ഈ ഞാനാണ്. മടിച്ചു നിൽക്കാതെ മറച്ചു വെച്ചിരിക്കുന്ന ആയുധം പുറത്തെടുക്കൂ ബോറീസ്. ജോർജിയയിലെ കൊല്ലന്മാർ തീർത്ത നിന്റെ തോക്ക്. നിങ്ങൾ പരിഭ്രമം മറയ്ക്കാൻ ശ്രമിക്കുന്നു അലക്സിസ്. പരിഭ്രമമോ? എനിക്കോ? ഇല്ല സുഹൃത്തെ, ഇല്ല. വെറും ആകാംക്ഷ മാത്രം. നിങ്ങൾ എന്നെ കൊല്ലുന്നത് എങ്ങനെയെന്നറിയാനുള്ള ആകാംക്ഷ. തോക്കെടുക്കൂ ബോറീസ്. പ്രഭു, ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ദൈവികമായ നിമിഷങ്ങളാണ്. ഏറ്റവും മഹത്തരമായത്. ഫൂ! ദൈവീകം, മഹത്വരം നിനക്കായിരിക്കും ബോറീസ്, എനിക്കല്ല. എന്റെ ജീവിതത്തിലെ ഏറ്റവും ശപിക്കപ്പെട്ട ദിവസങ്ങളാണിത്. ആ മണിയുടെ അടുത്ത് നിന്ന് കുറച്ച് നീങ്ങി നിന്നാൽ നന്നായിരിക്കും. ഇല്ല ബോറീസ്, ഞാൻ ആ മണി അടിക്കില്ല. അല്ലെങ്കിൽ തന്നെ മണിയടിച്ച് ആളെ കൂട്ടുന്നത് വരെ നീ കാത്തു നിൽക്കില്ലല്ലോ. ഞാൻ അത്ര വിഡ്ഢിയല്ല.
ഞാൻ കൈകൾ ഉയർത്തുന്നു, നീ നിറയൊഴിക്കുന്നു, അല്ലേ? അതെ പ്രഭു, അതാണ് ശരി, അതാണ് അതിന്റെ രീതി. പക്ഷേ ഇല്ല ബോറീസ്, ഞാൻ ഒരിക്കലും നിന്റെ മുന്നിൽ കൈകൾ ഉയർത്തില്ല. അതെനിക്കൊരിക്കലും ഒരു തടസ്സമാവില്ല പ്രഭു. ഈ ലോകത്ത് ഒരു ശക്തിക്കും ഇനി നിന്നെ രക്ഷിക്കാൻ കഴിയില്ല. നീ പറയുന്നത് കേട്ടാൽ തോന്നും എന്നെ കൊന്നു ഒരു പോറൽ പോലും ഏൽക്കാതെ നീ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുമെന്ന്. അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും എനിക്കില്ല. ഉണ്ടാവാനും പാടില്ല. കാരണം ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നിന്നെ ഇവിടെ എത്തിക്കാൻ ഞാനുണ്ടായിരുന്നു. തിരിച്ചു പറഞ്ഞയക്കാൻ ഞാൻ ഉണ്ടാവില്ലല്ലോ. നല്ലൊരു സുഹൃത്തിനെയാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ബോറീസ്. വിപ്ലവകാരിക്ക് സുഹൃത്തുക്കളില്ല പ്രഭു. ഈ അഭിമുഖം എപ്പോൾ തീർക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. വൈകിക്കേണ്ട ബോറീസ്. സ്വന്തം ജീവൻ കളഞ്ഞ് എന്നെ കൊല്ലാൻ മാത്രം വെറുപ്പ് നിങ്ങൾക്ക് എന്നോടുണ്ടല്ലോ. എനിക്ക് നിങ്ങളോട് വെറുപ്പൊന്നുമില്ല. ഇത് എന്റെ കടമയാണ്. ഓ, എങ്കിൽ നീ എന്നെ കുറിച്ച് എന്തെങ്കിലും നല്ലത് പറയൂ. മരിക്കുന്നതിന് മുൻപേ എനിക്കതൊന്ന് കേട്ട് രസിക്കാമല്ലോ. ഞാനിവിടെ മുഖസ്തുതി പാടാൻ വന്നതല്ല. അയ്യോ, എങ്കിൽ പിന്നെ അത് കൂടാതെ തന്നെ മരിക്കാം. എന്റെ ചിന്തകൾക്കും വികാരങ്ങൾക്കും ഇവിടെ യാതൊരു പ്രസക്തിയുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ദൈവത്തിന്റെ കയ്യിലെ വെറും ഒരു ആയുധം മാത്രമാണ്. പിന്നെയും ദൈവത്തിന് ഇതിൽ എന്ത് കാര്യം? നീ എന്നെങ്കിലും ചതുരംഗം കളിച്ചിട്ടുണ്ടോ? ചതുരംഗമോ? ഇപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം? കാരണം നല്ലൊരു കളിയാണ് നീ ഇവിടെ തടസ്സപ്പെടുത്തിയത്. കോൺസ്റ്റാന്റേയും പറയുന്നു 5 നീക്കത്തിൽ എന്നെ തറ പറ്റിക്കുമെന്ന്. ഏയ് ഇല്ല, അതത്ര എളുപ്പമാകില്ല. ഒരിക്കലും ആവില്ല. നമുക്കിത് അവസാനിപ്പിക്കാം പ്രഭു. അപ്പോൾ നിങ്ങൾ ഇത് കളിക്കില്ല. ഞാൻ അയാൾക്ക് വാക്ക് കൊടുത്തതാണ് ഇത് മുഴുമിപ്പിക്കാമെന്ന്. പോട്ടെ, എന്തു ചെയ്യാം? മരിക്കുന്നതിന് മുൻപ് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പ്രഭു? ഞാൻ പറഞ്ഞില്ലേ, ഈ കൂടിക്കാഴ്ച എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടതെന്ന് നീയാണ് തീരുമാനിക്കേണ്ടത്. എന്തിനാണ് കാത്തു നിൽക്കുന്നത്? തളർച്ച തോന്നുന്നുണ്ടോ? തിരുമനസിന് പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നുണ്ടോ? പ്രാർത്ഥിക്കാനോ? ഞാനോ? എന്റെ പ്രാർത്ഥന ആരു കേൾക്കാൻ? നിനക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് കുറച്ചു നേരം കൂടി സംസാരിച്ചിരിക്കാം. താങ്കളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. അവസാനത്തെ ആഗ്രഹമല്ലേ? അതല്ല, എന്നെ കൊല്ലാനുള്ള ധൈര്യം നീ സംഭരിച്ചു കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ്. നിങ്ങളെപ്പോലെ ഒരാളെ കൊല്ലാൻ അത്ര വലിയ ധൈര്യമൊന്നും വേണ്ട പ്രഭു. എലികളെ കൊല്ലാനും വേണം ഒരു ധൈര്യം. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ഇത് എന്റെ നിയോഗമാണ്. നിന്റെ പേരിൽ നരക്ക് വീണു, അത്രമാത്രം. നിന്റെ ഭാഗ്യം. ശിരസിൽ ഒരു പൊൻതൂവൽ. അല്ലേ? അങ്ങനെയല്ലേ നിന്നെ പോലുള്ളവർ ഇതിനെ കാണുന്നത്? വിപ്ലവകാരികൾ. ഞാനൊരു പ്രത്യയശാസ്ത്രത്തിന്റെയും വക്താവല്ല. എനിക്ക് എന്റേതായ ചിന്തകളുണ്ട്. നിന്നെ കൊല്ലാനും എനിക്ക് എന്റേതായ കാരണങ്ങളുണ്ട്. ഇതെനിക്ക് മനസ്സിലാവുന്നില്ല. നിനക്കെന്നോട് വെറുപ്പില്ലെന്ന് നീ നേരത്തെ പറഞ്ഞു. രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമില്ലെന്ന് നീ പറയുന്നു. മരിക്കുന്നതിനു മുൻപ് ഒരു വിശദീകരണം ഞാൻ അർഹിക്കുന്നു ബോറീസ്. ഞാനൊരു കർഷകനാണ്. തലമുറകളായി എന്റെ കുടുംബം കൃഷിയിടങ്ങളിൽ വിയർപ്പ് വീഴ്ത്തി ജീവിക്കുന്നവരാണ്. നിങ്ങൾ പ്രഭുക്കന്മാരാണ്. പിന്നിലേക്ക് നോക്കിയാൽ ടാർട്ടാർ രാജവംശത്തിൽ എത്തി നിൽക്കുന്ന പാരമ്പര്യം. ഇത് നൂറ്റാണ്ടുകളായി അനുഭവിച്ചു വരുന്ന പീഡനങ്ങളുടെയും അടിച്ചമർത്തലുകളുടെയും കണക്ക് തീർക്കലാണ്. ഇന്നിനോ
ഇന്നലേക്കോ നാളേക്കോ ഇവിടെ പ്രസക്തിയില്ല. നിങ്ങളൊരു ക്രൂരനാണെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് നേരിട്ടറിയില്ല. അതിന്റെ ആവശ്യവുമില്ല. കാരണം ഇത് വർഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. നിങ്ങളും ഞാനും ഇവിടെ ആരുമല്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ വിപ്ലവകാരിയാണ്. പക്ഷേ റഷ്യയെ പറ്റിയുള്ള അവരുടെ സങ്കല്പങ്ങളൊന്നും എനിക്കറിയില്ല. പ്രതികാരത്തിന്റെ അഗ്നി നെഞ്ചിലേറ്റി നടക്കുന്ന എന്നെ അവർ അവരുടെ ആയുധമാക്കി. അത്രമാത്രം. അതാണ് സത്യം. തീവ്രവാദി അല്ല, വിപ്ലവകാരി. ഇത് നിന്റെ വർഗവും എന്റെ വർഗവും തമ്മിലുള്ള യുദ്ധമാണ്. മരിച്ചു മണ്ണടിഞ്ഞു പോയ നിന്റെ പൂർവികരുടെ പ്രേതം അതാണ് നിന്നെ ആവേശിച്ചിരിക്കുന്നത്. നീ തന്നെ പറയുന്നു നിനക്കെന്നോട് വെറുപ്പില്ലെന്ന്. രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമില്ലെന്ന് പറഞ്ഞതും നീയാണ്. ഒരു കാരണവുമില്ലാതെ ഒരാളെ കൊല്ലുക, എന്നിട്ട് നിയോഗമാണെന്ന് പറഞ്ഞ് അഭിമാനിക്കുക. ഫൂ! എവിടെയാണ് നിന്റെ നീതിബോധം? ആർക്ക് നീതി നിഷേധിക്കപ്പെട്ട കാര്യമാണ് കുറച്ചു മുൻപ് നീ പറഞ്ഞത്? സംസാരിക്കാൻ അവസരം തന്നു പോയില്ലേ? പറഞ്ഞു തീർന്നോ? ഇല്ല, തീർന്നില്ല. ഇനിയാണ് കേൾക്കേണ്ടത്. നീ എന്റെ ജീവൻ എടുക്കുന്നതിനും നിനക്ക് നിന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിനും ഇടയിലുള്ള സമയത്ത് നിനക്കോർത്ത് രസിക്കാൻ പറ്റിയ ചില കാര്യങ്ങൾ ഞാൻ പറയാം, കേൾക്ക്. ഒന്നാമതായി, നീ കൊല്ലാൻ ആഗ്രഹിക്കുന്ന അലക്സിസ് അലക്സാണ്ട്രോവിച്ച് എന്ന ടാർട്ടാർ പ്രഭു ഞാനല്ല, നീയാണ്. മുഴുവൻ കേൾക്ക്. സാർദീനിയയിലെ മൈക്കൽ ഷംറായിഫിന്റെയും സാറ ഇവാനോവിച്ചിന്റെയും മകനായി ജനിച്ച ബോറിസ് ഇവാനോവിച്ച് ഷംറായിഫ് എന്ന വ്യക്തി നീയല്ല, ഈ ഞാനാണ്. മരണഭയം മനുഷ്യന്റെ സമനില തെറ്റിക്കുമെന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. അലക്സിസ് അലക്സാണ്ട്രോവിച്ച് ഞാനും ബോറിസ് ഇവാനോവിച്ച് നീയും. കൊള്ളാം കൊള്ളാം, നല്ല കഥ. ക്ഷമിക്കേ, മുഴുവനും കേൾക്കൂ ബോറിസ്. നിന്റെ കുടുംബം സാർഡീനിയയിലുള്ള കാലത്ത്, നിന്റെ കുട്ടിക്കാലത്ത് നിനക്ക് കളിവണ്ടികൾ ഉണ്ടാക്കി തന്ന, നിന്നെ കുതിരപ്പുറത്ത് കയറാൻ പഠിപ്പിച്ച, വോൾഗയിലെ കുത്തൊഴുക്കിൽ നീന്താൻ പഠിപ്പിച്ച ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു നിനക്ക്. ഓർക്കുന്നുണ്ടോ? നിനക്ക് 7 വയസ്സുള്ളപ്പോൾ കുതിരപ്പുറത്ത് വന്ന ഒരു പടയാളി നിന്റെ പിതാവിനൊരു സമ്മാനപ്പൊതി കൊടുത്ത് അവനെ, ആ കൂട്ടുകാരനെ നിന്നിൽ നിന്ന് അടർത്തിയെടുത്ത് കൊണ്ടുപോയത് ഓർക്കുന്നോ? അവന് വേണ്ടി നീ കരഞ്ഞു വാശി പിടിച്ചപ്പോൾ നിന്റെ അമ്മ നിനക്ക് പറഞ്ഞു തന്ന കഥ നിനക്ക് ഓർമ്മയുണ്ടോ? എന്റെ കുട്ടിക്കാലം മറക്കാൻ മാത്രം പ്രായമൊന്നും എനിക്കായിട്ടില്ല. എങ്കിൽ അതൊന്നു പറയൂ സുഹൃത്തെ, ഞാൻ ആ കഥയൊന്നു കേൾക്കട്ടെ. ഗോട്ടൻബർഗിലെ പ്രഭുവിന്റെ കുതിരക്കാരനായിരുന്നു എന്റെ പിതാവ്. കലാപകാരികൾ പ്രഭുവിന്റെ കുടുംബത്തെ കൂട്ടക്കൊല ചെയ്തത് പറഞ്ഞു കേട്ട അറിവ് മാത്രമാണ്. അന്ന് കലാപകാരികളിൽ നിന്ന് രക്ഷപ്പെട്ടത് പ്രഭുവും ഒരു മകനും മാത്രം. കലാപം കെട്ടടങ്ങുന്നതുവരെ
മകനെ നോക്കാൻ പ്രഭു എന്റെ പിതാവിനെ ഏൽപ്പിച്ചു. എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ അവൻ എന്റെ കൂടെയുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ ഒരു കളിക്കൂട്ടുകാരനായി, ഒരു സഹോദരനായി. പക്ഷേ ഒരു ദിവസം, ഒരു പക്ഷേ വർഷങ്ങൾക്ക് ശേഷം, പ്രഭു അവനെ കൊട്ടാരത്തിലേക്ക് തിരികെ കൊണ്ടുപോയി. അവനെ നോക്കിയതിന് സമ്മാനമായി എന്റെ അമ്മയ്ക്ക് ഒരു സമ്മാനപ്പെട്ടി കൊടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. ആ സമ്മാനപ്പെട്ടിയിൽ മുഖം ചേർത്ത് വെച്ച് എന്റെ അമ്മ കരയുന്നത് ഞാൻ ഇന്നും ഓർക്കുന്നു. ഒരു പക്ഷേ എന്റെ അമ്മ എന്നേക്കാൾ അവനെ സ്നേഹിച്ചിരുന്നു. ഒരു പക്ഷേയല്ല, ആ അമ്മ നിന്നേക്കാൾ സ്നേഹിച്ചത് അവനെയാണ്. കാരണം അവനായിരുന്നു അവരുടെ സ്വന്തം മകൻ. ആ അമ്മ പ്രഭുവിന് തിരികെ കൊടുത്തത് സ്വന്തം മകനെ ആയിരുന്നു. ഈ എന്നെ സ്വന്തം മകൻ കൊട്ടാരത്തിലെ സുഖസൗകര്യങ്ങളിൽ വാഴണമെന്ന് ആഗ്രഹിച്ച ഒരമ്മയുടെ വികൃതിയാണ് സുഹൃത്തെ എന്നെ ഈ കൊട്ടാരത്തിലും നിന്നെ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിലും തള്ളിയിട്ടത്. ഒന്ന് നിർത്ത്. കള്ളക്കഥകൾ പറഞ്ഞ് എന്നെ പിന്തിരിപ്പിക്കാമെന്ന് കരുതിയോ? ഇതൊക്കെ നിന്റെ ചാരന്മാർ മെനഞ്ഞെടുത്ത കഥകളായിരിക്കും. ശരിയാണ്, നീ പറഞ്ഞതെല്ലാം ശരിയാണ്. എന്റെ ചാരന്മാർക്ക് എല്ലാം അറിയാനുള്ള വഴികളുണ്ട്. ഈ കഥയുടെ അവസാനവും ഞാൻ അറിയുന്നത് അങ്ങനെയാണ്. ഒരു കഥയ്ക്ക് ഒരവസാനമേയുള്ളൂ പ്രഭു. അതെ, പക്ഷേ നിന്റെ അമ്മ പറഞ്ഞതല്ല കഥയുടെ അവസാനം. പ്രഭുവിന് മകനെ തിരികെ കിട്ടിയെന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ അമ്മ തിരികെ കൊടുത്തത് സ്വന്തം മകനെയാണ്. അലക്സീസ് അലക്സാണ്ട്രോവിച്ച് എന്ന് നീ വിളിക്കുന്ന എന്നെ കഷ്ടപ്പാടിന്റെയും ദാരിദ്ര്യത്തിന്റെയും നടുക്കയത്തിൽ വീണുപോയ നീയാണ് അലക്സീസ് അലക്സാണ്ട്രോവിച്ച്, ഗോട്ടൻബർഗിലെ യഥാർത്ഥ പ്രഭു. കള്ളം, പച്ചക്കള്ളം. ഇതൊക്കെ പറഞ്ഞ് എന്ത് നേടാമെന്നാണ് നീ കരുതുന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് നിന്റെ സൂത്രം മനസ്സിലാകുന്നില്ല. ഒരു ചതി നിന്റെ കണ്ണുകളിൽ എനിക്ക് കാണാം. ചതിയോ? നീ നേരത്തെ ചോദിച്ചില്ലേ ഇങ്ങനെ ഒരു അവസരം, എന്നെ കൊല്ലാനുള്ള ഈ അവസരം എന്തിന് തന്നു എന്ന്? അതിനുള്ള ഉത്തരമാണ് ഞാൻ പറയുന്നത്. കള്ളം, പച്ചക്കള്ളം, യാതൊരു ഉപയോഗവുമില്ലാത്ത നുണകൾ. അല്ല, യാതൊരു ഉപയോഗവുമില്ലാത്ത സത്യങ്ങൾ. നീ ആരാണെന്ന് അറിയാനാണ് ഞാൻ എൻ്റെ ചാരന്മാരോട് ആവശ്യപ്പെട്ടത്. പക്ഷേ ഞാൻ ആരാണെന്ന സത്യമാണ് അവർ ഇന്നലെ കണ്ടുപിടിച്ചത്. എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ് ഇതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സർ ചക്രവർത്തിയുടെ പ്രഭുസഭയിലെ മുൻനിരയിൽ ഇരിക്കാൻ അർഹനായ ഗോട്ടൻബർഗിലെ പ്രഭു അലക്സീസ് അലക്സാണ്ട്രോവിച്ച് വെറുമൊരു പകരക്കാരനാണെന്ന സത്യം, വെറുമൊരു കർഷകന്റെ മകനാണെന്ന സത്യം, ഇനി അതറിയാൻ ആരും ബാക്കിയില്ല സുഹൃത്തെ. സത്യം പറഞ്ഞാൽ ഈ കാര്യം അറിഞ്ഞതു മുതൽ ഞാൻ മരിച്ചവനാണ് സുഹൃത്തെ. പകരക്കാരനായ ഒരു കോമാളി. ഇനി മുന്നോട്ട് പോകാൻ എനിക്കാവില്ല. ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യവുമില്ല. എനിക്ക് വേണ്ടി അത് ചെയ്യാനാണ് നീ ഇവിടെ വന്നിരിക്കുന്നത്. നീ ദൈവത്തിന്റെ കയ്യിലെ ഉപകരണമല്ല, എന്റെ കയ്യിലെ ഉപകരണമാണ്.
എന്നെ കാണാൻ നീ തീരുമാനിച്ചതിന് പിന്നിൽ വേറെ കാരണങ്ങളൊന്നുമില്ലേ? ഇതല്ലാതെ എന്നെ പോലെ പകരക്കാരന്റെ വേഷം കെട്ടിയാടിയ മറ്റൊരാളെ കാണാനുള്ള ആകാംക്ഷ. മതി, ധാരാളം മതി. വേറെ എന്തെങ്കിലും? ഏയ്, എത്രയും പെട്ടെന്ന് നിന്റെ ജോലി തീർക്ക്. അതല്ല, എന്നെ പോലെ ധൈര്യമില്ലാത്തവനാണ് നീയുമെങ്കിൽ തിരിച്ചു പോകാനുള്ള വഴികൾ നിനക്കിനിയും അടഞ്ഞിട്ടില്ല. തിരിച്ചു പോകാനോ? തിരിച്ചു പോയിട്ട് നിന്റെ മരണവാർത്ത കാത്തിരിക്കുന്ന സഖാക്കളോട് ഞാൻ പറയണം, യവന പുരാണത്തിലെ ഒരു പഴങ്കഥ കേൾപ്പിച്ച് അലക്സിസ് അലക്സാണ്ട്രോവിച്ച് എന്നെ തിരിച്ചു പറഞ്ഞയച്ചെന്ന്. കയ്യിൽ കിട്ടിയ സുവർണ അവസരം ഞാൻ കളഞ്ഞു തുലച്ചെന്ന്. എങ്കിൽ പിന്നെ വൈകിക്കട്ടോ, നിറയൊഴിക്കൂ ബോറിസ്, വേഗം. ഓ നാശം! എന്റെ കൈ വിറയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? നീ പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ അലക്സിസ്? സത്യമെന്തായാലും നീയും ഞാനും മരിച്ചേ പറ്റൂ. രണ്ടുപേരും മരിച്ചേ പറ്റൂ. മരണം സുനിശ്ചിതമാണ്. പക്ഷേ ഈ തോക്ക് തലച്ചോറിനോട് ചേർത്ത് വെച്ച് കാഞ്ചി വഴിക്കാൻ ധൈര്യം നിനക്കില്ലെന്ന് തോന്നുന്നു. നീ ആ വീഞ്ഞു പകർന്നു വെച്ചിരിക്കുന്ന ചഷകം കണ്ടോ? നീ വന്നില്ലെങ്കിൽ എനിക്ക് എന്റെ ജീവൻ എടുക്കാൻ ഞാൻ പകർന്നു വെച്ച വിഷക്കൂട്ടാണത്. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊല്ലാൻ നിന്റെ കയ്യിൽ തോക്കുണ്ടല്ലോ. മനസ്സിലായി, മനസ്സിലായി. വിഷം ഞാൻ കുടിക്കുന്നു, നിനക്ക് നേരെ നിറയൊഴിക്കുന്നതിന് മുൻപ് ഞാൻ പിടഞ്ഞു വീഴുന്നു. നിന്റെ ചതി എനിക്ക് ഇപ്പോൾ മനസ്സിലായി. നീ പറഞ്ഞത് മുഴുവനും നുണയാണ്. എങ്കിലൊരു കാര്യം ചെയ്യ്, നമുക്ക് രണ്ടുപേർക്കും ഉള്ളത് അതിലുണ്ട്. നീ നിന്റെ കൈകൊണ്ട് അത് രണ്ടായി പകുത്തെടുക്ക്. എനിക്ക് കുറച്ച് കൂടുതൽ. ഞാൻ ആദ്യം കുടിക്കാം, പിന്നെ നീ. ഇതിൽ കൂടുതൽ എന്തു വേണം? നിന്റെ മരണമാണ് എന്റെ ലക്ഷ്യം. അതിങ്ങനെയാകുന്നതിൽ എനിക്ക് വിരോധമില്ല. നിന്റെ മരണത്തിൽ എന്റെ കയ്യൊപ്പുണ്ടാവണം. അത് മതി, ഞാൻ എടുക്കാം. നിന്റെ സുഖമരണത്തിന് സഹോദര. നീ ഒരു ധീരൻ തന്നെ, പക്ഷേ നീ കാണിച്ചത് വിഡ്ഢിത്തമല്ലേ? ഇനി ഇത് കുടിക്കാതെ ഞാൻ ഇവിടെ വിട്ടു പോയാൽ നീ ഈ മുറി വിട്ട് ജീവനോടെ പുറത്തു പോകില്ല, എന്റെ അനുമതിയില്ലാതെ. ഓ, അങ്ങനെയെങ്കിൽ എന്റെ പകരക്കാരന്റെ ആത്മശാന്തിക്കായി നമുക്ക് എത്ര നേരം കാത്തിരിക്കേണ്ടി വരും? ഏറിയാൽ 5 മിനിറ്റ്. ഇത് ചൈനക്കാരുടെ ഒരു തരം വിഷക്കൂട്ടാണ്. ഒട്ടും വേദനിപ്പിക്കില്ല. ഒരു തരം മരവിപ്പ്. നിനക്ക് ഉറക്കം വരുന്നത് പോലെ തോന്നുന്നുണ്ടോ? ഹേയ്, ഇല്ല. എന്റെ കേൾവി ശക്തി കൂടിയതുപോലെ ശബ്ദത്തിന്റെ വ്യക്തതയും മൂർച്ചയും കൂടി കൂടി വരുന്നു. ആ കൈയൊന്ന് ഉയർത്തി നോക്ക്. ഭാരം കൂടിയതുപോലെ തോന്നുന്നു.
നിനക്ക് മരണത്തെ ഭയമാണോ അലക്സിസ്? ഏയ്, അല്ല സഹോദര, അല്പം പോലുമല്ല. എനിക്കുമില്ല. നല്ലതാണ്. കാലുകൾ അനക്കാൻ പറ്റുന്നുണ്ടോ? ഹേയ്, സാധിക്കുമെന്ന് തോന്നുന്നില്ല. ആ കസാരയിൽ നിന്നൊന്ന് എഴുന്നേറ്റ് നോക്ക്. ഇല്ല പ്രഭു, എനിക്കിനി എഴുന്നേൽക്കാൻ സാധിക്കില്ല. പക്ഷേ ഒട്ടും വേദനയില്ല. തലച്ചോറിനകത്ത് ഒരു നേർത്ത മൂളൽ, അത്രമാത്രം. പക്ഷേ നിനക്ക് നന്നായി കേൾക്കാം അല്ലേ? കേൾക്കാം. പള്ളിഗോപുരത്തിലെ മണിയൊച്ച പോലെ തെളിഞ്ഞു കേൾക്കാം. പ്രഭു, അങ്ങയുടെ ആത്മാവിന് ശാന്തി കിട്ടാൻ ഇനിയെങ്കിലും സത്യം പറ. കുറച്ചു മുൻപ് നീ എന്നോട് പറഞ്ഞതെല്ലാം സത്യമായിരുന്നില്ലേ? എന്റെ ആത്മാവിന് ശാന്തി കിട്ടാനോ? അതെ, സത്യമായിരുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണം. എനിക്ക് നിങ്ങളെ മനസ്സിലായില്ല. എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ ഒന്നും ബാക്കിയില്ല. പക്ഷേ നിന്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ ഞാനൊരു സത്യം പറയാം. ഞാൻ ഇതുവരെ പറഞ്ഞതൊക്കെ പച്ച കള്ളമായിരുന്നു, വെറും കെട്ടുകഥകൾ. നിനക്കിപ്പോഴും സംസാരിക്കാൻ കഴിയുന്നുണ്ടോ ബോറിസ്? മുന്നിൽ നിന്നും മാറിപ്പോന്നായേ. ശവം തിന്നുന്ന കഴുകനാണ് നീ. എന്തായാലും രക്ഷപ്പെടില്ല നീ. എനിക്കത് മതി. നിന്റെ വീഴ്ച ഞാൻ കാണും. നിന്റെ വീഴ്ച ഞാൻ കാണും. ചിരിക്കേണ്ട സാത്താനെ. ഞാൻ ഈ അനുഭവിക്കുന്നതൊക്കെ നീയും അനുഭവിക്കും. മറക്കണ്ട, മരിക്കാൻ ഒരുങ്ങ്. തളർന്ന് താഴെ വീഴാൻ ഒരുങ്ങ്. ഞാൻ മരിക്കുകയല്ല ബോറിസ്, ഞാൻ നിൽക്കുന്നത് കണ്ടില്ലേ? സൈബീരിയയിലെ ഓക്കുമരം പോലെ. ഹേയ്, ഇല്ല. നീ അത് കുടിക്കുന്നത് ഞാൻ കണ്ടതാണ്. നിങ്ങളും മരണത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് പ്രഭു. അത് ശരിയാണ്, ഞാൻ കുടിക്കുന്നത് നീ കണ്ടതാണ്. അവസാന തുള്ളി വരെ കുടിക്കുന്നത് കണ്ണെടുക്കാതെ നീ നോക്കിയതാണ്. പക്ഷേ നിന്റെ വിഡ്ഢികളായ പൂർവികർക്കൊപ്പം നിന്നെ മണ്ണിൽ താഴ്ത്താൻ കഴിവുള്ള ആ വിഷം എനിക്കൊരു ചെറിയ വേദന പോലും തരുന്നില്ല ബോറീസ്. ഒരു തലവേദന പോലും തരുന്നില്ല ബോറീസ്. ഇല്ല, അസാധ്യമാണത്, അസാധ്യമാണത്. കണ്ണു തുറന്ന് നോക്കൂ ബോറീസ്, നിനക്കിപ്പോഴും കാണാൻ കഴിയുമല്ലോ. ഇത് ചൈനക്കാരുടെ ഒരു സൂത്രമാണ്. ചെറുപ്പം മുതലേ ചെറിയ അളവിൽ വിഷം കഴിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് കാലം കുറെ കഴിഞ്ഞാൽ ഏത് വിഷത്തെയും പ്രതിരോധിക്കാൻ കഴിയും. പ്രഭു കുടുംബത്തിൽ ജന്മമെടുക്കുന്ന ഓരോ കുഞ്ഞും അവസാനമില്ലാത്ത മരണഭയത്തിലേക്കാണ് ജനിച്ചു വീഴുന്നത്. ശത്രുക്കളുടെ വാളിനേക്കാൾ ബന്ധുക്കളുടെ വിഷപ്രയോഗം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവൻ എടുത്തപ്പോൾ ഞങ്ങളുടെ അമ്മമാരും മാതു തന്നെ ചെയ്തു. ജനിച്ചു വീഴുന്ന കുഞ്ഞിന് മുലപ്പാലിനേക്കാൾ മുൻപ് നാവിലിറ്റിച്ചു കൊടുത്തത് സെഡാൻ മരത്തിന്റെ വേരിൽ നിന്നും ഊറി വന്ന പശയായിരുന്നു, കൊടും വിഷം. ഇന്ന് നീ കുടിച്ച അളവ് കൂടി കുടിച്ചാലും ദാ
ഈ അലക്സിസ് അലക്സാണ്ട്രോവിച്ച് ഇങ്ങനെ തന്നെ നിൽക്കും, ഒരു ചെറിയ അനക്കം പോലും ഇല്ലാതെ. എന്നാലും എന്നോട് നീ ഇതെന്തിനാണ് ചെയ്തത് പ്രഭു? നിനക്കെന്നെ ആദ്യമേ കൊല്ലാമായിരുന്നില്ലേ? എന്ത് ചോദ്യമാണിത് ബോറീസ്? നീയൊരു പ്രസ്ഥാനമല്ലേ, വിപ്ലവകാരി, പൂർവികരുടെ ചോരയ്ക്ക് പകരം ചോദിക്കാനിറങ്ങിയ തീവ്രവാദി. എനിക്കുമില്ലേ ബോറീസ് പ്രതികാരം? സെന്റ് പീറ്റേഴ്സ്ബർഗിലെ തെരുവുകളിൽ തളം കെട്ടി നിൽക്കുന്ന എൻ്റെ സഹോദരങ്ങളുടെയും സുഹൃത്തുക്കളുടെയും ചോരയ്ക്ക് വിലയില്ലേ ബോറീസ്? വിലയില്ലേ? നിന്റെ അവകാശങ്ങൾക്ക് മാത്രമേ വിലയുള്ളൂ. നിന്നെയാണ് ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത്. ഞാനാണ് ദൈവത്തിന്റെ കയ്യിലെ ഉപകരണം. നിനക്കിപ്പോഴും കേൾക്കാമല്ലോ ബോറീസ്? പിന്നെ ഒരു കാര്യം മറന്നു. നിന്റെ ജീവൻ എടുക്കാൻ ഞാൻ എന്റെ ജീവൻ എന്തിനപകടത്തിലാക്കി? ഈ ചോദ്യം ബാക്കി. ചോദിക്കൂ ബോറീസ്, ചോദിക്കൂ. അലക്സിസ് അലക്സാണ്ട്രോവിച്ച് കഴിവുകളൊക്കെ നശിച്ച് വെറുമൊരു മടയനായി മാറിത്തുടങ്ങിയെന്ന് ചിലർക്ക് തോന്നിത്തുടങ്ങിയിരിക്കുന്നു. കുറ്റം പറയരുതല്ലോ. ചിലപ്പോഴൊക്കെ എനിക്കും അങ്ങനെയൊക്കെ തോന്നിത്തുടങ്ങിയിട്ടുണ്ട്. അല്ലെന്ന് തെളിയിക്കാനാണ് ഞാനിത് ചെയ്തത്. ഒരായുധം പോലുമില്ലാതെ ഞാൻ നിന്റെ മുൻപിൽ നിന്നു, രക്ഷപ്പെടാൻ ഒരു പഴുതുപോലും ബാക്കി വയ്ക്കാതെ. എന്നിട്ട് ദാ നോക്ക്, ഒരു പോറൽ പോലും ഏൽക്കാതെ നിൽക്കുന്നു അലക്സിസ് അലക്സാണ്ട്രോവിച്ച്. ആകെയുള്ള ആയുധം ഇതുമാത്രം. ഈ ആയുധം കൊണ്ടാണ് ഞാൻ നിന്നെ വീഴ്ത്തിയത് കൂടി. അതാണ് ചതുരംഗത്തിന്റെ സൗന്ദര്യം. ആരവിടെ? കോൺസ്റ്റാന്റൈനോട് കടന്നു വരാൻ പറയൂ. കോൺസ്റ്റാന്റൈൻ, ഇതാ നീ എനിക്ക് തന്ന ചെക്ക്മേറ്റ്. നക്ഷത്രങ്ങളില്ലാത്ത രാജ്യത്തിലേക്ക്, മഞ്ഞു മൂടിക്കിടക്കുന്ന അഗാധതയിലേക്ക്, ശൂന്യതയുടെ ആഴത്തിലേക്ക് ബോറിസ് ഇവാനോവിച്ച് ഷെമറായേവ്, നിന്നെ ഞാൻ യാത്രയാക്കുന്നു.